പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈസ്റ്ററാണ്. ഈസ്റ്റർ ദിനത്തിൽ എനിക്ക് ഒരു ചെറിയ ചക്ക കിട്ടി. നമുക്ക് ഈ ചക്കയൊന്ന് വറുത്ത് നോക്കിയാലോ? ചക്കയെല്ലാം വെട്ടി നമ്മൾ എല്ലാം ഒരുക്കിയെടുത്തു. അതിനുശേഷം ചക്കയുടെ ചുളകൾ എല്ലാം നമ്മൾ ഒരേ കറുത്തിൽ അരിഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞിടുന്ന ഓരോ പീസും ഒരേ വലിപ്പത്തിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു പീസ് അല്പം വലിപ്പം കൂടുതലും മറ്റൊരു പീസ് അല്പം വലിപ്പം കുറവുമാണെങ്കിൽ വലിപ്പം കൂടിയ പീസ് വേകുവാൻ അല്പം ടൈം എടുത്താൽ, പക്ഷേ അതേസമയം വലിപ്പം കുറഞ്ഞ പീസ് കരിഞ്ഞു പോകുവാനും സാധ്യതയുള്ളത് കൊണ്ടാണ് എല്ലാം ഒരേ വലിപ്പത്തിൽ വേണമെന്ന് പറയുവാൻ കാരണം. ചക്ക വറുക്കുന്നതിനേക്കായി നമുക്ക് സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, വെളിച്ചെണ്ണ എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു ചെറിയ ഉരുളിയിൽ ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു. അതിനുശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും നിക്ഷേപിച്ചു. ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ കത്തിച്ചത്. വെളിച്ചെണ്ണ നന്നായി തിളച്ചു മറിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്കയുടെ ഒരു ഭാഗം ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ നിക്ഷേപിച്ചു. തിളച്ചു മറിയുന്ന വെളിച്ചെണ്ണയിൽ കിടന്ന് ചക്ക തുള്ളിക്കളിക്കുന്നത് കാണുവാൻ ഒരു പ്രത്യേക കൗതുകം തന്നെയുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകുവാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ തുടർച്ചയായി ഇളക്കുന്നത് മൂലം എല്ലാ പീസുകളും ഒരുപോലെ വേകുവാൻ കാരണമാണ്. ചെറിയ തീയിൽ ഒരു 7-8 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു ചെറിയ മഞ്ഞ കളർ വ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത്രയുമായാൽ ഈ ചക്ക വെന്തു. ഇനി നമുക്ക് കോരുവാനുള്ള തയ്യാറെടുപ്പ് നടത്താം. ഇത്തരത്തിലുള്ള ഒരു അരിപ്പ കൊണ്ട് നമുക്ക് എണ്ണയിൽ വറുത്ത ഈ പലഹാരങ്ങളെല്ലാം ഇതുപോലെ കോരിയെടുക്കുവാൻ കഴിയും. നമുക്ക് വീട്ടിൽ ചിലവ് കുറച്ചുണ്ടാക്കാവുന്ന ഒരു മാർഗമാണ് ഏത്തക്കായ, കപ്പ, ചക്ക തുടങ്ങി എന്ത് സാധനം വേണമെങ്കിലും നമുക്കിങ്ങനെ വറുത്ത് ടിന്നിലടച്ച് സൂക്ഷിക്കാം. എയർ കയറാതിരുന്നാൽ ഏറെക്കാലം ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മെസ്സേജായി ലഭിക്കുന്നതാണ്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.
നീ എടുത്തോ അല്ലാതില്ല